ശ്രീ എം വി ലിബിൻ രാജ് സാർ, കശ്മീർ മുതൽ കന്യാകുമാരി വരെ മികച്ച കണക്ടിവിറ്റി, അവിടെ നമ്മൾ എന്തൊക്കെയാണ് അവിടെയുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി ഓരോ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുകയാണ്. രണ്ടാം ഘട്ടത്തിൽ ഏതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് സാർ സൂചിപ്പിച്ചു. വരും ദിവസങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കണക്കുകളുണ്ട്. ഏതൊക്കെയാണ് ഇനി ഉടൻ പൂർത്തിയാകാനുള്ളത്, എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേഷനുകൾ നിർമ്മിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള, അതോടൊപ്പം തന്നെ അതിലെ ഭാഗഭാക്കായിട്ടുള്ള യാത്രക്കാരെയും ഞങ്ങൾ കേൾക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് നിയമം സ്റ്റേഷൻ്റെ പേര് ട്രിവാൻഡ്രം സൗത്ത് എന്നും കൊച്ചുവേളി സ്റ്റേഷൻ്റെ പേര് ട്രിവാൻഡ്രം നോർത്ത് എന്നും മാറ്റി. ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരു യാത്രക്കാരൻ തിരുവനന്തപുരം എന്നുള്ള ഒരു സ്ഥലത്തേക്കുള്ള ട്രെയിൻ തിരയുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ മാത്രമേ അയാളുടെ സിസ്റ്റത്തിൽ കാണുകയുള്ളൂ. അയാൾക്കറിയില്ല നേമം തിരുവനന്തപുരത്തിന് അടുത്താണ്, കൊച്ചുവേളി അടുത്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ടുള്ള ട്രെയിൻ കിട്ടിയില്ലെങ്കിലും കൊച്ചുവേളിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ട്രെയിൻ അത് തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഷനുകളുടെ പേര് മാറ്റി തിരുവനന്തപുരം എന്നാൽ 3 സാറ്റലൈറ്റ് സ്റ്റേഷനുകൾ ചേർന്ന ഒരു പ്രദേശമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് റെയിൽവേ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. എറണാകുളത്തും അതേപോലെ തന്നെയാണ്. സ്റ്റേഷന് റീഡെവലപ്മെൻറ്റ് നടക്കുന്നു. വലിയ സ്റ്റേഷനുകൾ അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ തോതിൽ പൊളിച്ചു പണിയുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. കൊല്ലത്ത് സ്റ്റേഷൻ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തിരുവനന്തപുരത്ത് സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മാത്രമല്ല, എറണാകുളത്ത് നോർത്തും സൗത്തും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വർക്കല ഏകദേശം സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് റെയിൽവേ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനെ ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ, ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് സെക്ടറിലും ഒരു മൾട്ടി മോഡൽ ഡെവലപ്മെൻ്റ് ആണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരാൾ അയാൾക്ക് ബസ് സ്റ്റേഷനിലേക്കും പോകാൻ കഴിയണം, എയർപോർട്ടിലേക്കും പോകാൻ കഴിയണം. ഇപ്പം ഉദാഹരണത്തിന് കൊച്ചിയിൽ ഈ അടുത്ത കാലത്ത് എയർപോർട്ടിനോട് ചേർന്ന് റെയിൽവേ എയർപോർട്ട് സ്റ്റേഷൻ കൊണ്ടുവരികയാണ്. ഈ എയർപോർട്ട് സ്റ്റേഷൻ കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരാൾക്ക് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ അയാൾക്ക് ഒന്നെങ്കിൽ ആലുവയിൽ ഇറങ്ങണം, അതുമല്ലെങ്കിൽ അയാൾ എറണാകുളത്ത് നോർത്തിലോ സൗത്തിലോ വരണം, അല്ലെങ്കിൽ ബൈ റോഡ് പോകണം. അത് ഒഴിവാക്കാൻ വേണ്ടി എറണാകുളത്ത് ഒരു ചെറിയ ചിലവ് മാത്രം ആവശ്യമുള്ള റെയിൽവേക്ക്. അപ്പോൾ റെയിൽവേ എയർപോർട്ട് സ്റ്റേഷൻ തുടങ്ങുമ്പോൾ ആളുകൾക്ക് നേരെ എയർപോർട്ടിനുള്ളിലേക്ക് ചെല്ലാൻ പറ്റും. എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരാൾക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, എയർപോർട്ട് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതോടൊപ്പം അയാൾക്ക് ബസ് സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിനെ എങ്ങനെ തമ്പാനൂർ സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വോക്ക് വേ പണിതെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനെ ഒരേ സമയം എയർപോർട്ടുമായിട്ടും അതോടൊപ്പം തന്നെ ബസ് സ്റ്റേഷനുമായിട്ട് വികസിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങുന്ന ഒരാളെ എങ്ങനെ വാട്ടർ മെട്രോയുമായി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ സെഗ്മെന്റിൽ 3 അല്ലെങ്കിൽ 4 ട്രാൻസ്പോർട്ടേഷൻ മീഡിയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൾട്ടി മോഡൽ ഡെവലപ്മെന്റ്, ഇതാണ് ലോകത്തിലെ എല്ലാ വികസിത രാജ്യങ്ങളും പിന്തുടർന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഹൈസ്പീഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ജപ്പാനിൽ പോയിട്ടുണ്ട്. ജപ്പാനിൽ ഞങ്ങൾ കണ്ട ഒരു പ്രധാനപ്പെട്ട മോഡൽ ഈ മൾട്ടി മോഡൽ ഡെവലപ്മെന്റ് ആണ്. അതേ മോഡൽ ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ നടപ്പാൻ ഉദ്ദേശിക്കുന്നു.